രാമക്ഷേത്രം നിർമ്മാണവും അതേപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ പോലെയുള്ള ചടങ്ങുകളുമൊക്കെ ബി.ജെ.പി. രാജ്യത്താകമാനം ഹിന്ദു ഐക്യത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ബി.ജെ.പി. ഒരിക്കലും ഒരു രാഷ്ട്രീയ കണിയിൽ വീഴാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു സന്ദേശം കൂടി കോൺഗ്രസ് അതിനകത്ത് നൽകി. ഒന്നാമത്തെ കാര്യം, ഇത് ബി.ജെ.പി. ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിക്കുകയാണ്. ഇത് ബി.ജെ.പിയുടേതല്ല, ഇത് രാജ്യത്തെ ഹിന്ദുക്കളുടെയാണ്. ഹിന്ദു സമൂഹം 500 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് വരാൻ പോകുന്ന മുഹൂർത്തം. അപ്പോൾ ഹിന്ദു സമൂഹത്തിലുള്ള ആ ആളുകൾ മുഴുവൻ തന്നെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് 500 വർഷമായിട്ടുള്ള ക്ഷേത്രം, അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ഇതിനെതിരായിട്ട് കേസ് കൊടുത്ത അൻസാരി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രി. ഞാൻ കേസ് കൊടുത്തു, പക്ഷേ കോടതി വിധിച്ചു ഞങ്ങൾ രണ്ടുപേരും മസ്ജിദ് വേറെ സ്ഥലത്ത് പണിയുന്നു, ഇവിടെ ക്ഷേത്രം പണിയുന്നു, പ്രധാനമന്ത്രി എൻ്റെ നാട്ടിൽ വരുന്നു, ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ടാണോ അഖിലേന്ത്യാ കോൺഗ്രസ് എന്ന് എനിക്കറിയില്ല, കേരളത്തിലെ മുസ്ലിം ലീഗിനെ ഭയക്കുന്നത് കൊണ്ടാണോ അഖിലേന്ത്യാ കോൺഗ്രസ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം അടക്കം വന്നു. അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞില്ല. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ആദ്യം ആവശ്യപ്പെട്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടുന്ന് ആരും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ടെടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിന് അഖിലേന്ത്യാ കോൺഗ്രസ് അവസാനം വഴങ്ങുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞത് അന്നേ ദിവസം, അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം എല്ലാവരും വിളക്ക് കൊളുത്തി അതിന് ആദരമർപ്പിച്ചുകൊണ്ട്, ആ ചടങ്ങിന് ആദരമർപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്നാണ്. ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് ഈ മസ്ജിദ് ആരാധനയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്ത കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ഹിന്ദു പ്രീണനമാണ് കോൺഗ്രസ് നടത്തിയതെന്ന്. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി. ഹിന്ദു പ്രീണനം നടത്തുന്നു, ഒരു ഹിന്ദു ഐക്യം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അടക്കമുള്ള സംഭവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനെ നിഷേധിക്കുമോ? രണ്ട് തമ്മിൽ വ്യത്യാസമില്ലേ? എന്താണ് കാരണം? എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആ സമയത്ത് എടുത്ത തീരുമാനത്തിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഷാബാനു കേസായിരുന്നു. ആ കേസിലെ വിധി ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം ആ ഘട്ടത്തിൽ എടുക്കില്ല. മാത്രമല്ല ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ആ തീരുമാനം എടുത്തത് അന്ന്. ഇവിടെ ബി.ജെ.പി. ഗവൺമെൻറ്റിന് ഇതിൽ ഒരു റോളുമില്ല. കോടതി വിധിച്ചത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏൽപ്പിച്ചു. ട്രസ്റ്റ് ഉണ്ടാക്കി, ബാക്കി മുഴുവൻ കാര്യങ്ങളും ആ ട്രസ്റ്റാണ് ചെയ്തത്. രാജ്യവ്യാപകമായിട്ട് ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തുൾപ്പെടെ ഇതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിൽ ഗവൺമെൻറ്റിന് ഒരു റോളും ഇല്ലായിരുന്നു. ഗവൺമെൻറ് ഒറ്റ പൈസ സംഭാവന കൊടുത്തിട്ടില്ല, ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു. ആ സമാഹരിച്ച പണം കൊണ്ട് അവർ പണിതതിന് ശേഷം അവരെല്ലാവരെയും വന്ന് ക്ഷണിച്ചു. പ്രധാനമന്ത്രി തൊട്ട് പ്രതിപക്ഷ നേതാവ് തൊട്ട് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം ക്ഷണിച്ചു. CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയും CPM പാർട്ടിയും കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചു ഞങ്ങൾ പങ്കെടുക്കില്ല. ആരെ ഭയന്നുകൊണ്ടാണ്? പക്ഷേ ക്ഷണമൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണല്ലോ ബി.ജെ.പി. നടത്തിയത്. ഇപ്പൊ കോൺഗ്രസ് ശരി, ട്രസ്റ്റ് ശരി, ഞാൻ സമ്മതിക്കുന്നു, സാങ്കേതികമായി താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതും വളരെ അതാണല്ലോ ടെക്നിക്കലി, അതെ വസ്തുത. ശരി, അങ്ങനെയാണെങ്കിൽ കോടതി പറയുന്നതും ബി.ജെ.പി. കോടതി അങ്ങനെയാണെങ്കിൽ പറയണ്ടേ? കേരളത്തിൽ KB ഗണേഷ് കുമാറിനാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത്. കിട്ടിയിട്ടുണ്ടാവും, അതിൽ തെറ്റുന്നത്. ഗണേഷ് കുമാർ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് കിട്ടിയത്. ഗണേഷ് കുമാർ ഈ ട്രസ്റ്റിന്റെ ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് അദ്ദേഹം നേരത്തെ സഹകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ പോലുമുള്ള തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മതയോടുള്ളത് പോലെയാണ് നമുക്ക് അറിയാലോ. ഇപ്പൊ എനിക്കറിയാം കേരളത്തിലെ ക്രൈസ്തവ മത മേധാവികൾ ഉൾപ്പെടെയുള്ള ചില പിതാക്കന്മാരുൾപ്പെടെ സംഭാവന കൊടുത്തിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി. ധാരാളം പുരോഹിതന്മാർ കൊടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നൊരു നിമിഷങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ശ്രീരാമക്ഷേത്രം, അതുപോലെ അയോധ്യ ക്ഷേത്രം, പ്രാണപ്രതിഷ്ഠ തുടങ്ങിയ സംഭവങ്ങളെ, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബി.ജെ.പി. രാഷ്ട്രീയ വിഷയമാക്കി അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുമോ? അതായത് അതൊരു അവകാശവാദമായി ഉന്നയിക്കാതെ മാറി നിൽക്കുമോ? അങ്ങനെയല്ലേ ബി.ജെ.പി. ചെയ്യേണ്ടത്? അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അതുകൊണ്ട് അതായത് ഈ ട്രസ്റ്റ് പോലും ഇതൊരു പാർട്ടി പരിപാടി ആവരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ അവർ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു. അല്ലെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രിയെ മാത്രം ക്ഷണിച്ചിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ ക്ഷണിച്ചു. ബി.ജെ.പി. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഞങ്ങൾ
ഒരു തരത്തിലും ഞങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളുള്ളവരാണ് എന്ന് പറയാൻ മടിയില്ലാത്ത നേതാക്കന്മാരാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ. അൺഅപ്പോളജറ്റിക് ഹിന്ദു. ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നതിന് മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്രൈസ്തവർക്ക് ബത്ലഹേം എത്ര പുണ്യമാണെന്ന് നമുക്ക് ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന എല്ലാവർക്കും അറിയാം. ഇസ്ലാം മത വിശ്വാസികൾക്ക് മെക്ക എത്ര പുണ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പം മദീനയിൽ പോയിട്ട് വരികയാണ്. അതെ, ഞാൻ അതിലേക്ക് വരികയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി ഈ മെക്കയും ബത്ലഹേമും പോലെയാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ. ഞാൻ ചോദിക്കുന്നത്, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എന്നത് BJP തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമായി, ഒരു അവകാശവാദമായി ഉന്നയിക്കുമോ ഇല്ലയോ? താങ്കൾ അതിലൊരു വ്യക്തമായ അത് BJPയുടെ അവകാശം, അതായത് തെരഞ്ഞെടുപ്പിൽ അവകാശവാദമായി ഉന്നയിക്കില്ല. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമേ അല്ല ഇത്. പക്ഷെ അതേ സമയത്ത് വേറൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദിജിയുടെ പ്രത്യേകത എന്താ? പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന നേതാവല്ല, അദ്ദേഹം പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്ന നേതാവാണ്. 370-ാം വകുപ്പാണെങ്കിലും പുതിയ പീനൽ കോഡ്, CRPC, എവിഡൻസ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, റോഡ്, എല്ലാവർക്കും ഭക്ഷണം, ഇതേപോലെയുള്ള പ്രഖ്യാപനങ്ങളിൽ BJPയുടെ പ്രതിജ്ഞാപത്രത്തിലുള്ളതാണ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ഞങ്ങൾ സഹായിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റെന്താ? അതായത് BJPയുടേത് മാത്രമാകാതിരിക്കാൻ കോൺഗ്രസ് ചെയ്യേണ്ടത്, കോൺഗ്രസിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ചെയ്യേണ്ടത്, കോൺഗ്രസിന്റെ നേതാക്കന്മാരും തുല്യമായിട്ട് അവിടെ ചെന്ന് പങ്കെടുക്കണം. പക്ഷേ കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുന്നത് ഇത് BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയാണ്, അതങ്ങനെ കുഴപ്പത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, BJPയിൽ നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങളിൽ പെടുന്ന ഒരു വിഷയമാണ് രാമക്ഷേത്ര നിർമ്മാണം. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തന്നെ ഒരു അവകാശവാദമായി, ഒരു നേട്ടമായി നിങ്ങൾ അത് അവതരിപ്പിക്കാൻ പോകുന്നു. അവിടെ കോൺഗ്രസ് അതിന്റെ കൂടെ നിന്ന് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് എടുക്കുന്ന ഒരു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് കാര്യം എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതായത് കോൺഗ്രസിന് ഇത് BJPയുടേതല്ല എന്ന് വരുത്തണമെങ്കിൽ കോൺഗ്രസിന്റെ BJPക്കാരുടേത് മാത്രമല്ല രാമൻ, എന്റെയും കൂടി രാമനാണ് എന്ന് അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ അവർ. മതി, എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ല. സർവലോക ആരാധ്യനായിട്ടുള്ള രാമന്റെ 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവിടെ ശ്രീരാമക്ഷേത്രത്തിൽ ആ ജന്മഭൂമിയിൽ ക്ഷേത്രം വരുമ്പോൾ ഞങ്ങൾ പോവില്ല, പൊളിറ്റിക്കൽ ഇവന്റ് ആണെന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അവരാണ് പൊളിറ്റിക്കലാക്കുന്നത്, ഞങ്ങൾ പൊളിറ്റിക്കലാക്കിയല്ല. അല്ല, അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു അവകാശവാദമായി ഉന്നയിക്കും അല്ലെ? അതാണല്ലോ തെരഞ്ഞെടുപ്പിൽ അവകാശവാദം ആക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ പാർട്ടി വേണ്ട സമയത്ത് എന്താ ചെയ്യാന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഇത് ഞാൻ മാനിഫെസ്റ്റോ എന്നുള്ള വാക്കല്ല, കാരണം ഞങ്ങൾക്ക് മാനിഫെസ്റ്റോ ഇല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്രതിജ്ഞാപത്രമാണ്, സങ്കല്പപത്രം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കും എന്ന് പ്രതിജ്ഞ എടുക്കുന്നു എന്നാണ്. ആ പ്രതിജ്ഞയിലുള്ളതാണ്. ആ പ്രതിജ്ഞ എടുത്ത കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി